വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായി വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ തിരുമുഖത്തെ നമുക്ക് സ്നേഹിച്ച് ആരാധിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം, 2-ാമത്തെ അധ്യായം, 15-ാമത്തെ വാക്യം: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തെ, ആത്മീയ മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ പരിശീലനം ഇതാണ്, സ്വഭാവം ഇതായിരിക്കണമെന്നാണ് പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുക. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുക. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം, 2-ാമത്തെ അധ്യായം, 15-ാമത്തെ വാക്യം എന്താണത്? ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്നത്? നീ എല്ലാവരും, മാമോദീസിക്കുന്ന എല്ലാവരും, ഈശോയെ സ്നേഹിക്കുന്ന എല്ലാവരും എന്താണ്? സ്നേഹിക്കരുത്. എന്താണ്? 2 കാര്യങ്ങളെ സ്നേഹിക്കരുതെന്നാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുക. എന്താണ്? ലോകത്തെ സ്നേഹിക്കരുത് എന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുക. ലോകത്തുള്ള വസ്തുക്കളെയും നിങ്ങൾ സ്നേഹിക്കരുത്. നമ്മുടെ ജന്മം കൊണ്ട് ആ നാൾ മുതൽ, അതിൽ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നതും ആഗ്രഹിക്കുന്നതും സ്വന്തമാക്കാൻ കിടന്ന് അധ്വാനിക്കുന്നതും ലോകത്തെയാണല്ലോ, ലോകത്തിലുള്ള വസ്തുക്കളെയുമാണ്. ലോകത്തിലുള്ള വസ്തുക്കളെയും സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ വാശി പിടിക്കുന്നു, ആഗ്രഹിക്കുന്നു, അധ്വാനിക്കുന്നു. എന്നാൽ ആ ഒരു ആത്മീയ മനുഷ്യന്റെ രൂപീകരണത്തിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം ഇതാണ്: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത്. ഫ്രാൻസിസ് അസീസി നമുക്കറിയാം, വലിയ സമ്പന്നമായ കുടുംബത്തിൽ ജീവിച്ച വ്യക്തിയാണ്. പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. എന്തിനാണ്? ആത്മീയ മനുഷ്യന്റെ രൂപീകരണത്തിന്, ശുദ്ധിയിൽ വളരുന്നതിന് വേണ്ടി, ഈശോയെ സ്നേഹിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്കൊരു തീരുമാനമെടുക്കാം, നമ്മളെല്ലാവരും മാമോദീസ സ്വീകരിച്ചു വരണം. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വളർത്തേണ്ടത് നമ്മുടെ ശരീരത്തെക്കാൾ ഉപരി നമ്മുടെ ഉള്ളിലുള്ള ആത്മീയ മനുഷ്യനെയാണ്. ഇതിനുവേണ്ടി ഈ ഒരു പ്രക്രിയ നമ്മൾ ചെയ്യാം. എന്ത്? ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നമ്മൾ സ്നേഹിക്കരുത്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്തുകൊണ്ട് ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പീഡാസഹനങ്ങളെ ഓർത്ത്, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആ വെളിപാട്, ഞങ്ങളുടെ പീഡാസഹനം ഓർത്തുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് വലിയൊരു പ്രക്രിയയാണെന്ന് അറിയാം കർത്താവേ. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കാതിരിക്കാനുള്ള ഒരു കഴിവ് അങ്ങയുടെ ബ്ലെസ്സിങ് ഇല്ലാതെ പറ്റില്ല കർത്താവെ. ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ ഞങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാനുള്ള കൃപ തരണമേ. ഗാനത്തിന്റെ ഈരടിയോട് ചേർന്ന് ഇരുകാര്യങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് ഈശോയെ സ്നേഹിച്ചുകൊണ്ട് അപേക്ഷിക്കാം. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കാതിരിക്കാനുള്ള കഴിവ് ഈശോയെ ഞങ്ങൾക്ക് നൽകണമേ. ദൈവമേ നിൻ
സ്നേഹം നിറഞ്ഞവരെ, എന്തിനാണ് യോഹന്നാൻ ശ്ലീഹ ഇതിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്? ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്, യോഹന്നാൻ ശ്ലീഹായോട് പഠിപ്പിക്കുന്നതിന്റെ കാരണം എന്താ? ഇതാണ് വചനം പറയുന്നത്, 15-ാമത്തെ വാക്യത്തിന്റെ 2-ാം ഭാഗം. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കില്ല. കേട്ടോ, ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടാവില്ല. നമ്മൾ ലോകത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ ആ സ്നേഹം, സുഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് ആദ്യം സ്നേഹം കിട്ടുന്ന സമയത്ത് വലിയ സന്തോഷമാണെങ്കിലും അതിനുശേഷം നിലനിൽക്കുന്ന സ്നേഹമല്ല ലോകത്തിന്റെ സ്നേഹം. നിരാശയിലേക്കും ദുഃഖങ്ങളിലേക്കും കടന്നു പോകുന്നതാണ് ലോകത്തിന്റെ സ്നേഹം. അതാണ് ലോകത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. അപ്പോ പിതാവിന്റെ സ്നേഹം, ഈശോ അനുഭവിച്ച പിതാവിന്റെ സ്നേഹം, ആ സ്നേഹം നമ്മൾ അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലോകത്തെ സ്നേഹിക്കരുത്. പിതാവിന്റെ സ്നേഹം എൻ്റെ ഉള്ളിൽ നിറയാൻ ലോകത്വവുമായുള്ള മൈത്രി ഞാൻ ഉപേക്ഷിക്കണം. അതാവണം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നമ്മുടെ ആത്മീയ മനുഷ്യനിൽ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി. എന്ത്? ലോകത്തുമായിട്ടുള്ള മൈത്രി ഉപേക്ഷിക്കണം. ഇതിനു വേണ്ടിയാ പിതാവിൻ്റെ സ്നേഹം, ഈശോപ്പൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയാൻ, ഈശോയുടെ സ്നേഹം നമ്മുടെ ഉള്ളിൽ നിറയാൻ, ലോകവുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആ ദൈർഘ്യം അത് കൂട്ടുക, ആ അകൽച്ച കൂട്ടുക, ആ അടുപ്പം കുറയ്ക്കുക. ലോകവുമായിട്ടുള്ള അടുപ്പം കുറച്ചുകൊണ്ട് തീർത്തുമില്ലാതാക്കുക. അപ്പോൾ അത്രോളം അടുപ്പം ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഈശോയുമായിട്ടുള്ള അടുപ്പം ഇങ്ങനെ കൂടി വരുന്നത് തീർച്ചയായിട്ടും അനുഭവിക്കാൻ സാധിക്കും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ